അസ്സലാമലൈക്കും ഇന്ന് നമ്മളെ ശനത്തിയായും ഗൾഫ് പോവാണ്. ആവിനാണെങ്കിൽ ഗൾഫ് പോകാൻ എന്തോ ഇഷ്ടമാണ്. ആവിനുള്ളിൽ നല്ല സങ്കടം ഉണ്ട്. പക്ഷെ ഓളെ ആരും കാണിക്കൂല. നമ്മളൊക്കെ വിഷമാവിച്ചിട്ട് ഓൾക്ക് നാട്ടിലാണെങ്കിൽ എത്രങ്ങാനും ആൾക്കാരും ഓൾക്കാണെങ്കിൽ ഞങ്ങളൊന്നും ഇല്ലാതെ പറ്റൂല. ഞങ്ങൾക്ക് എല്ലാവരും സങ്കടമാവിച്ചിട്ട് ഓൾ പോണ ടൈമിൽ ഞങ്ങളോട് ആരോടും മുണ്ടുതന്നെയല്ല. ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഓള് മുണ്ടുതന്നല്ലേ. പിന്നെ ഓള് നേരെ വണ്ടി കയറിയിരുന്നു. പിന്നെ പോവാൻ നേരത്താണ് എല്ലാവർക്കും പാടി ഉമ്മ എടുക്കട്ടെ ഇറങ്ങാണ്ട് വന്നേ. പിന്നെ അവിടെ കുറച്ച് കരച്ചിലുണ്ടായിരുന്നു. ആവിഞ്ഞ് പോയപ്പെടുത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ അനുവിന് മിസ് ചെയ്യൂലേ? സൺഡേ സൺഡേ ഒന്നും വരാൻ പറ്റില്ല എനിക്ക്. ഓളെ വിചാരിച്ച് സൺഡേ ഇങ്ങോട്ട് വരാൻ ഷെനിത്താക്ക് പിന്നെ ഒരു വിഷമല്ല. ഓൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ശീലയിക്കണേ. ഇനി ഷെനിത്താനും ബർത്ത്ഡേ ഒരു റീസൺ ഞങ്ങൾ ഒപ്പം ഇതുവരെ ഒരു ബർത്ത്ഡേക്ക് ഉണ്ടായില്ല. ഈ ബർത്ത്ഡേങ്കിലും ഒപ്പം ഉണ്ടാവണം വിചാരിച്ചു. അതിപ്പോ ഇങ്ങനെയായി. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പാക്കും മാക്കുവാണെങ്കിൽ ആകെ ഒരു പെൺകുട്ടി കഴിക്കാണ്ട് ആയുള്ളൂ. ഓളുമ്പാടി വീട്ടിൽ നിന്ന് പോയ ഒരു രസം ഉണ്ടാവില്ല. പക്ഷെ ആയുവിന് നല്ല വിഷമുണ്ട്. ഓൾക്കാണെങ്കിൽ ഭയങ്കര ഐഡിയ ആണ്. ഇമ്മിപ്പിയും കരഞ്ഞിട്ട് ഓളോട് വർത്താനം തന്നെ പറയണില്ല. അതിപ്പോ ഇമ്മയോളെ മെയിൻ ചെയ്യാതൊക്കെ വേണ്ടി പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ഓൾക്ക് ഭയങ്കര ഐഡിയ ആണ്. എന്നിട്ട് ഓള് വണ്ടിന്ന് ഓള് പോണില്ല. എയർപോർട്ടിൽ തന്നെ പറഞ്ഞ ഷെനത്തൊന്ന് ലുക്ക് ആയിക്കണം. കാക്കുന് കാണാൻ പോണിന്റെ പൊലിവാണ്. ആയുവിന്റെ വിചാരം ഇന്ന് പോയാൽ നാളെ വരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കണം. ഇവർക്ക് രണ്ടാക്കും മാത്രം 5 പെട്ടി. ഇങ്ങോട്ട് വരുമ്പോ അതൊക്കെ വെച്ച് പോകാൻ മതി ഇറങ്ങണം. ഇന്നാലും ഇപ്പൊ ഇങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞല്ലേ എല്ലാരോടും ഒരു ബായ് പറഞ്ഞ. പിന്നെ എമ്മിപ്പൊക്കെ ആകെ കരച്ചിലായി. പിന്നെയാണ് ഓൾക്ക് മനസ്സിലായിക്കണത് പോയാ പിന്നെ ഇപ്പഴത്തൊന്നും വരൂലെന്ന്. പിന്നെ ഓളും ആകെ കരയാൻ തുടങ്ങി. പിന്നെ ഞാനും എനിക്ക് ഇപ്പഴത്തൊന്നും കാണാനില്ല. നിജ് വരുമ്പോത്തിനാണ് ഗൾഫിക്ക് പോവല്ലോ. നിജ് വരുമ്പോത്തിനാണ് ഗൾഫിക്ക് പോകും. അപ്പോഴോ ഇപ്പാണെങ്കിൽ ഓളെ വിടണില്ല. വീട്ടിലാവുമ്പോ വലിയ ടീമാണ്. വീട്ടിൽ വിളണ്ടെന്നുണ്ടെങ്കിൽ ടൈം പോകണത് തന്നെ അറിയാം. ഓളെ എപ്പോഴും ഞങ്ങൾക്ക് ഡാൻസ് കളിച്ചില്ല. അപ്പൊ ഞാൻ ഓളോട് അവിടെ നിന്ന് കളിച്ചാൽ മതി. ഇപ്പോഴൊക്കെ ഡാൻസ് എത്ര കാലം കഴിഞ്ഞിട്ട് കാണാൻ പറ്റിയ എല്ലാ ഡാൻസുകളും കാണാൻ പാടാം. ഓള് കയറിന് മുമ്പ് 2 സ്റ്റെപ്പ് ഇട്ടെന്ന് ഞാൻ. അപ്പൊ അതിനെ പോലീസുകാരെ വിളിച്ചു. ഞാൻ ഓളെ താത്താനെ കൊണ്ട് ഇടിച്ചു വിചാരിച്ച. എന്തോ ഭാഗ്യം കൊണ്ടാ നിന്നോടെ. ഓള് പിന്നെയും കണ്ടനെ വന്ന് കണ്ട് മാക്കുപ്പാക്കും 2 കൊടുത്ത് പിന്നെയാണ് പോകും. എന്നിട്ട് മീറ്റും കാര്യനാണ്ടും കണ്ടന് പിന്നെയും വരും. ലാസ്റ്റ് ഞാൻ അവളോട് പറഞ്ഞു പോലീസ് തോക്കെടുക്കണ്ടേ. പിന്നെ ഓള് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇമ്മ ആയുനെന്തോ വാങ്ങി ചെയ്യുന്നുട്ടോ. അതെടുക്കുമ്പോ ഓല് കയറിക്കണം. അത് ആയുനുള്ള സർപ്രൈസ് ആയിരുന്നു. ഇനി തോൾക്ക് വന്നിട്ടേ കിട്ടുള്ളൂ. അത് എന്തേ കാര്യം അറിയണോല് കമന്റ് ഇടി. അപ്പൊ ഓല അങ്ങനെ പോയിട്ടോ. അപ്പൊ ഇനി ഫോളോ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബൈ ബൈ.